റിയൽമി P3 സീരീസിൽ ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി പുറത്തിറക്കിയിരിക്കുന്നു. റിയൽമി P3 അൾട്ര എന്ന പേര്. രണ്ടാഴ്ച മുമ്പ് ഈ ഒരു P3 സീരീസിൽ റിയൽമി P3 Pro പുറത്തിറക്കിയിരുന്നു. അത് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യമേ ഈ ഒരു ഫോണിനകത്ത് എനിക്ക് തോന്നിയ ഒരു വെർഡിക്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങും. സാധാരണ വീഡിയോയുടെ അവസാനമാണ് ഫോണിനെ പറ്റി അതിൻ്റെ ഒരു വെർഡിക്റ്റ് പറയുന്നത്. ഈ ഒരു ഫോൺ ഒരുപാടൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. കഴിഞ്ഞ ഒരു ദിവസം ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ദിവസം മൊത്തം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ക്യാമറ എന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തു എന്ന് വേണം പറയാം. അതുപോലെ ഇതിൻ്റെ ഡിസൈനും ഡിസ്പ്ലേയും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റിയൽമിയുടെ എല്ലാ ഫോണുകളൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഈ P3 അൾട്ര എന്ന് പറയുന്ന ഫോൺ എന്തുകൊണ്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു മൂണ്ട സർഫസ് പോലെയാണ് നമുക്കിത് ഈ ഒരു ഏരിയ കാണുന്നത് അല്ലേ. ഒരു ബഹിരാകാശത്തൊക്കെ നിന്ന് മൂണ്ട ഫോട്ടോ ഒക്കെ എടുത്ത പോലെ തോന്നുന്ന തരത്തിലുള്ളൊരു ഡിസൈനാണ് ഈ ഒരു ഫോണിന് കൊടുത്തത്. അത് കൊള്ളാം. പക്ഷേ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മൂണിൻ്റെ ഡിസൈൻ ആണെന്ന് മനസ്സിലാത്തവർക്കൊരു പ്രശ്നം പറ്റും. എന്താ ഇവിടെ എന്തോ അടയാളം പറ്റിയിരിക്കുകയാണെന്ന് കാണുന്നവർക്ക് ഒരു പക്ഷേ തോന്നിയാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും ഫോണിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയാതെ വയ്യ. വളരെ തിന്നാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 7.38 മില്ലിമീറ്റർ മാത്രമാണ്. അതുപോലെ വലിയ വെയിറ്റ് ഒന്നുമില്ല. 186 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. ഗ്ലാസ് ബോഡി ആയിരുന്നെങ്കിൽ സ്ക്രാച്ചുകൾ കുറച്ചുകൂടി റെസിസ്റ്റ് ചെയ്തേനെ. അതുപോലെ ഈ ഒരു ഫ്രെയിമും പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ പവർ ബട്ടണിൽ സാധാരണ റിയൽമി ഫോണുകളിൽ കാണാത്ത തരത്തിലുള്ള ഒരു ഓറഞ്ച് കളറിലാണ് ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ കുറച്ച് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടാണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനകത്ത് GT മോഡൊക്കെ ഉണ്ട്. പെർഫോമൻസിന് മാത്രമല്ല ഡിസ്പ്ലേയിൽ നിന്നുള്ള മികച്ച ഔട്ട്പുട്ടിനൊക്കെ ഇത്തരത്തിൽ GT മോഡ് ഉപയോഗിക്കാം. അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണോ ഈ ഒരു ഓറഞ്ച് കളർ ബട്ടൺ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ മുകളിൽ IR ബ്ലാസ്റ്റർ ഒക്കെ കാണാം. നമുക്ക് താഴെ Type-C ചാർജിംഗ് പോർട്ട്, സിം ട്രേ, ഡ്യുവൽ നാനോ സിം ട്രേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിന്റെ ബട്ടണുകളെല്ലാം നല്ല സ്റ്റേഡി ബട്ടണാണ്. ചില ഫോണുകളിലെങ്കിലും ഇളകിയിരിക്കുന്ന ഒരു ഫീൽ വരും. അങ്ങനെ ഇല്ല എന്തായാലും ഈ ഒരു ഫോണിനകത്ത്. അതുപോലെ ഇൻ ഹാൻഡ് ഫീല് നല്ല മനോഹരമായിട്ട് ഉണ്ട് ഈ ഒരു ഫോണിന്റെ കേസിൽ. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഫോൺ. ബാക്കിലായിട്ട് 2 ക്യാമറയും LED ഫ്ലാഷ് ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ഈ ഒരു ഫോണിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അടുത്ത ഡിസ്പ്ലേ അതും അതിമനോഹരം തന്നെയാണ് ഈ ഒരു ഫോണിൽ എന്ന് വേണം പറയാൻ. കാരണം ഇതിനകത്ത് ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഈ 4 സൈഡും കർവായിട്ടുള്ള, എന്നാൽ ഭയങ്കര കർവൊന്നുമില്ല. നമുക്ക് കർവെന്ന പേരേ ഉള്ളൂ. ഗെയിമൊക്കെ കളിക്കുമ്പോൾ കർവ്ഡ് ഡിസ്പ്ലേ സാധാരണ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ക്വാഡ് കർവ്ഡ് എന്ന് പറയുന്നത് അങ്ങനെ പ്രശ്നമില്ല. അത്രയും നല്ല രീതിയിലാണ് ആ ഒരു കർവ് വന്നിരിക്കുന്നത്. കർവാന്ന് നമുക്ക് തോന്നുക പോലുമില്ല. എന്നാൽ പൂർണ്ണമായിട്ടൊരു ബെസൽലെസ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത്. അതുകൊണ്ട് തന്നെ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ലഭിക്കുന്നത്. വളരെ തിൻ ബെസലുകളാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതുപോലെ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അത് ഓൾ ഡേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് സംവിധാനം ഇതുപോലെ ഫോണിന്റെ ഡിസ്പ്ലേയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അത് ഒരുപാട് താഴെയാണ് അതിന്റെ ഒരു പൊസിഷനിങ്. മനോഹരമായിട്ടുള്ള വ്യൂയിങ് ആംഗിൾ ഒക്കെ പക്കയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. അതുപോലെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. 4K HDR സപ്പോർട്ടൊക്കെ യൂട്യൂബിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതും 1.5K റെസൊല്യൂഷൻ ഉണ്ട്. കൂടാതെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനും ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗവും അടിപൊളി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്ന് വേണം പറയാൻ. അടുത്തത് ക്യാമറയിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന ഫോട്ടോകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്താണ്. അതിമനോഹരമായിട്ടുള്ള ഫോട്ടോകളാണ്. ഓർക്കുക, ഇതിന്റെ പ്രൈമറി സെൻസർ ഉപയോഗിച്ചെടുത്താൽ പോലും പോർട്രേറ്റ് മോഡിൽ എടുക്കുന്നത് പോലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നാച്ചുറൽ ബോക്കെ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു ഫോട്ടോ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ആ ഒരു നാച്ചുറൽ ബോക്കെ സോണിയുടെ സെൻസറാണ്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ടാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഒരുപാട് സാച്ചുറേറ്റഡ് ഒന്നും അല്ല ഈ ഒരു ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് എന്ന് വേണം പറയാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇതിന്റെ ഒരു ക്യാമറ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോട്ടോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി. അതിനകത്ത് ഞാൻ ഇങ്ങനെ സൂം ചെയ്യാണ് കേട്ടില്ല. ഇത്രയും സൂം ചെയ്തിട്ടും ആ ഒരു ഫോട്ടോയുടെ ക്വാളിറ്റി ഒന്നും അങ്ങനെ ലോസ് ആകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഫോണിൽ നിന്ന് എടുത്ത ഈ ഒരു ഫോട്ടോയുടെ ഒരു ഹൈലൈറ്റ്. വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ, ഡേ ലൈറ്റിൽ നല്ല ഫോട്ടോകൾ കിട്ടുന്നുണ്ട്. അതുപോലെ ലോ ലൈറ്റിലും വളരെ ഷാർപ്പായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഇതിനകത്ത് 4K 60 FPS ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ എടുക്കാൻ സാധിക്കുന്നത്. ഇരുട്ടത്തെടുത്ത ഫോട്ടോ ആണ്. അതിന് ചുറ്റുമുള്ള ബ്ലാക്ക് ഒക്കെ കണ്ടില്ലേ, ഒട്ടും ഗ്രെയിൻ ഇല്ലാതെ മികച്ച ലോ ലൈറ്റ് ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. പക്ഷേ വൈഡ് ആംഗിൾ ഫോട്ടോയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്താൽ ലോ ലൈറ്റിൽ അത്ര ആ ഒരു പ്രൈമറി സെൻസർ നൽകുന്ന അത്രയും ഒരു ക്വാളിറ്റി വൈഡ് ആംഗിൾ ലോ ലൈറ്റിൽ തരുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയിൽ വഴി ലഭിക്കുന്ന ഫോട്ടോകൾ കൊള്ളാം. എന്നാൽ സെൽഫി ക്യാമറ ലോ ലൈറ്റിൽ എടുക്കുന്ന വീഡിയോകളൊന്നും അത്ര ബെറ്റർ അല്ല. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ബാക്ക് ക്യാമറ അടിപൊളിയാണ്, നല്ല രസമുണ്ട് ലോ ലൈറ്റിലും ഡേ ലൈറ്റിലും. പക്ഷേ സെൽഫി ക്യാമറ ഒരു അല്പം ലോ ലൈറ്റിൽ പതറുന്നതായിട്ട് കാണും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കുറവെന്ന് പറയുന്നത് ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകിയിട്ടില്ല. ഫുൾ HD 60 FPS സപ്പോർട്ട് മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും 4K ഇല്ല എന്നുള്ളത് ക്യാമറ വിഭാഗത്തിൽ വരുന്ന ഒരു കുറവാണ്. അത് മാറ്റി നിർത്തിയാൽ മനോഹരമായിട്ടുള്ള ക്യാമറ ഔട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ നൽകുന്നത്. ബാക്കിൽ ഇത്തരത്തിൽ 2 ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത്. ഒന്ന് 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറും രണ്ടാമത്തേന്ന് പറയുന്നത് 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി 16 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകുന്നത്. അപ്പോൾ
ഈ അടുത്തിടെ റിയൽമി P3 Pro പുറത്തിറക്കിയിരുന്നു. അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ പ്രധാന വ്യത്യാസം ക്യാമറയിലാണ്. അവിടെ 50+2 എന്ന് പറയുന്ന ഒരു ഡെപ്ത് സെൻസറാണ് കൊടുത്തത്. ഇവിടെ 50+8 മെഗാ പിക്സൽ എന്ന അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ P3 Proയിൽ നിന്ന് എന്തുകൊണ്ടും ഒരു അപ്പർ ഹാൻഡ് ഇവിടെ P3 Ultrയ്ക്ക് മൊത്തത്തിൽ കാണാം. പെർഫോമൻസിലും വ്യത്യാസമുണ്ട് P3 Proയിൽ നിന്ന്. കാരണം P3 Proയിൽ 7S Gen 3 എന്ന് പറയുന്ന പ്രോസർ ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 8350 Ultra എന്ന 5G പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. ലോകത്ത് ആദ്യമായി മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 8350 Ultra എന്ന പ്രോസറുമായിട്ട് വരുന്ന ഫോണാണ് റിയൽമി P3 Ultra. അല്ലേ, പ്രോസസറിനകത്തും ഉണ്ട് അൾട്ര, ഫോണിന്റെ പേരിനകത്തും ഉണ്ട് അൾട്ര. അപ്പോൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ റിയൽമി ക്ലെയിം ചെയ്യുന്നത് ഏകദേശം 14.5 ലക്ഷം AnTuTu സ്കോർ ആണ്. നമ്മളിവിടെ ആ ഒരു AnTuTu സ്കോർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലെ 13.6 ലക്ഷം AnTuTu സ്കോർ നമുക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഇതിന്റെ ഒരു CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നടത്തിയപ്പോൾ തുടക്കത്തിലൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് അവസാന സമയങ്ങളിലേക്ക് എത്തുമ്പോൾ കുറച്ച് ത്രോട്ടിൽ ചെയ്യുന്നതായിട്ട് ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ത്രോട്ട്ലിങ്ങിന്റെ ഒരു സ്കോർ പറഞ്ഞാൽ ഔട്ട് ഓഫ് 100 നമുക്കൊരു 71% ഒരു ത്രോട്ട്ലിംഗ് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ AnTuTu സ്കോർ ബെറ്റർ ആണ്. എന്നാൽ കുറച്ച് നമ്മൾ ഈ ഫോൺ കൂടുതൽ നേരം ഉപയോഗിക്കുമ്പോൾ അല്പം പതറാനുള്ളൊരു സാധ്യത ഈ ത്രോട്ട്ലിംഗ് ടെസ്റ്റിന്റെ റിസൾട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിനകത്ത് ഗ്രാഫിക്സ് സ്മൂത്തിൽ സെറ്റ് ചെയ്താൽ നമുക്ക് ഫ്രെയിം റേറ്റ് എക്സ്ട്രീം ഗെയിം പ്ലേ സാധ്യമാണ്. ഈ ഒരു സെറ്റിംഗിൽ ലാഗോ ഇഷ്യൂസോ ഒന്നും ഇല്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സെറ്റിംഗിൽ നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് നമുക്ക് GT മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ നമുക്ക് ഈ ഒരു സെറ്റിംഗിൽ ഈ ഒരു ഫോണിനകത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മോശമല്ലാത്ത ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ നമുക്ക് സമ്മാനിക്കുന്നത്. 12GB റാമും 256GB ഇന്റൽ സ്റ്റോറേജും വരെ ഹയർ ഓപ്ഷൻ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് LPDDR5X റാമാണ്, അതുപോലെ UFS 3.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. കഴിഞ്ഞ P3 Proയിൽ പോലും LPDDR4X റാമേ നൽകിയിരുന്നുള്ളൂ. ബാറ്ററി ഇത്രയും സ്ലിം ആയിട്ടുള്ള ഒരു ഫോണായിട്ടും ഇത്രയും വെയിറ്റ് കുറവായിട്ടുള്ള ഒരു ഫോണായിട്ടും അതിൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഫോണിന്റെ ബോക്സിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് സാംസങ്, ആപ്പിൾ, നത്തിങ്, ഗൂഗിൾ തുടങ്ങിയ ബ്രാൻഡുകളെ നാണിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത്തരം ബ്രാൻഡുകളുടെ ഫോണിന്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് റിയൽമിയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നത്തിങ്ങിനെ തൽക്കാലം മാറ്റിയിരുന്ന കാര്യം ഇപ്പം നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് കുറച്ചുകൂടി ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലെ ഫോണുകളാണ് ഇറങ്ങുന്നത്. എന്നാൽ സാംസങ് അതുപോലെ ഈ പറഞ്ഞ ഐഫോൺ, ഗൂഗിൾ അതിൻ്റെയൊക്കെ ഫോണുകളുടെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ ഇതിന്റെ പ്രൈസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ 80 വാട്ടിന്റെ ചാർജർ ലഭിക്കുമ്പോൾ തന്നെ പുറത്ത് നമുക്ക് 80 വാട്ടിന്റെ ചാർജറിന് എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു 10,500 രൂപയെങ്കിലും വില വരും എന്നുള്ളതാണ്. അത് എന്തായാലും ബോക്സിൽ തന്നെ നൽകുന്നുണ്ട്. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുമ്പോൾ നിരവധി AI ഫീച്ചറുകൾ ഇത്തവണ റിയൽമി ഈ ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഇപ്പം പല ബ്രാൻഡുകളും AI ഫീച്ചറുകളാണ് കൂടുതലും ഫോണുകളിനകത്ത് പുതിയ അപ്ഡേറ്റ് ആയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇതിനകത്ത് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു AI ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതുപോലെ നിരവധി ആയിട്ടുള്ള AI ഫീച്ചറുകൾ ഇത്തവണ ഈ ഒരു ഫോണിനകത്ത് റിയൽമി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷനെ പറ്റി പറഞ്ഞാൽ ഒരുപാട് ചവർ ആപ്ലിക്കേഷൻ എന്തായാലും ധാരാളമായിട്ട് കാണുന്നില്ല. പക്ഷേ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, ആപ്പ് റെക്കമെൻഡേഷൻ ഇതുപോലെ ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ കുറവായിട്ട് പറയേണ്ടി വരും. ചിലതിനകത്തൊക്കെ ഇതിൽ കൂടുതൽ ബ്ലോട്ട് വേസുകൾ കാണാറുണ്ട്, പക്ഷെ അത്രയ്ക്കില്ല എന്നുള്ളതൊരു നല്ല കാര്യം. ആൻഡ്രോയിഡ് 15 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത്. അതുപോലെ റിയൽമിയുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI 6 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. മൾട്ടിമീഡിയ, അതായത് ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത്. വെറും സ്റ്റീരിയോ സ്പീക്കർ അല്ല, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് ലഭിക്കുന്നത്. ഒരു ചെറിയ സ്പീക്കറിലൊക്കെ കണക്ട് ചെയ്ത് പാട്ട് കേൾക്കുന്ന ഒരു സുഖം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്പീക്കറുകൾ നൽകും. ചുരുക്കി പറഞ്ഞാൽ സാധാരണ സ്മാർട്ട് ഫോണുകളുടെ സ്പീക്കറിൽ നിന്ന് കേൾക്കുന്ന ഒരു സൗണ്ട് അല്ല ഈ ഒരു ഫോണിൻ്റേത്. അതുപോലെ തന്നെ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസും മനോഹരമാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ വന്നുകൊണ്ട് തന്നെ ഒരു ബെസൽലെസ് വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഹൈ വോളിയത്തിൽ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ഫോണിന്റെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷൻ, ഒരുപാടൊന്നുമില്ല, ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റ് ഫീച്ചറുകളെ പറ്റി പറഞ്ഞാൽ ഇതിനകത്ത് NFC സപ്പോർട്ട് നൽകിയിട്ടില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതിനകത്ത് NFC സപ്പോർട്ട് നൽകാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ എൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ IP68 and 69 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് റിയൽമിയുടെ ഇപ്പോൾ വരുന്ന എല്ലാ ഫോണുകളുണ്ട്. പുതുതായിട്ട് വരുന്ന ഫോണുകൾ മിക്കതിലും ഈ പറഞ്ഞ IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു 80 ഡിഗ്രി വരെയൊക്കെയുള്ള ഹോട്ട് വാട്ടറിനെയും ഹൈ പ്രഷർ വാട്ടറിൽ നിന്ന് പോലും ഫോണിനെ സംരക്ഷിക്കാൻ ഈ ഒരു IP69 റെസിസ്റ്റൻസിന് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോണിന്റെ കുറവുകൾ പറയാം. നേരത്തെ കണ്ട എല്ലാം അതിന്റെ ഗുണങ്ങളാണെങ്കിൽ കുറവുകളായിട്ട് എനിക്ക് തോന്നിയത് ഈ പ്രൈസ് പോയിന്റിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ വില പറയുകയാണെങ്കിൽ ഒരു 30,000 മുകളിലാവും. കാരണം P3 Pro തന്നെ നമുക്ക് ഒരു 27-28 ഒക്കെ റേഞ്ചിലാണ്. അപ്പോൾ ഒരു 30,000 തൊട്ട് മുകളിലോട്ടാവാം ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്നാണ് എൻ്റെ ഒരു ഊഹം. ചിലപ്പോൾ അതിൽ നിന്ന് കുറയാം, അതിൽ നിന്ന് കൂടാം. ഇനി അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റിൽ ഇതിന് ഈ പറഞ്ഞ പോലെ ഗ്ലാസ് ബോഡി നൽകിയിട്ടില്ല എന്നുള്ളതൊരു കുറവായിട്ട് പറയാം. അതുപോലെ NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതൊരു കുറവായിട്ട് പറയാം. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഇല്ല എന്നുള്ളതൊരു കുറവായിട്ട് പറയാം. പിന്നെ ഇതിനകത്തുള്ള ബ്ലോട്ട് വേസ് അത് റിയൽമിയുടെ ഏത് ഫോൺ എടുത്താലും അതിൽ കാണും. അതുകൊണ്ട് തന്നെ ഞാനൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് റിയൽമി
റിയൽമിയുടെ P3 Ultra എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി എനിക്ക് പറയാനുള്ളത്.